ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിൽ മോൾ സങ്കല്പനം അല്ലേ, നമ്മൾ ഗ്യാസ് ലോസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മോൾ സങ്കല്പനമാണ് പഠിക്കാൻ പോകുന്നത്. അതും ഒരു ഫ്ലോ ചാർട്ടിൽ എങ്ങനെ നമുക്ക് മോൾ സങ്കല്പനം കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കാൻ പറ്റുന്നതാണ് നോക്കുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സാധാരണ പ്രോബ്ലം ചെയ്യാൻ. മാസ്, അതുപോലെ മോള്, നമ്പർ ഓഫ് മോൾസ്, ഒന്നുകിൽ GAMകളുടെ എണ്ണം, GMMകളുടെ എണ്ണം, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം, STPയിലെ വ്യാപ്തം, ആറ്റങ്ങളുടെ എണ്ണം. ഇത്രയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചാർട്ട് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ നോക്കുക, മാസിനെ നമ്മൾ എങ്ങനെ GAMകളുടെ എണ്ണം ആക്കാം, അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ GMMകളുടെ എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കാൻ. ആറ്റാണെങ്കിൽ GAM കൊണ്ട് ഹരിക്കുക, അതായത് ആറ്റത്തിൻ്റെ അറ്റോമിക മാസിന് തുല്യമായ അത്രയും ഗ്രാം കൊണ്ട് ഹരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന മാസിനെ അറ്റോമിക മാസിന് തുല്യമായ അത്രയും നമുക്ക് അറ്റോമിക മാസ് കിട്ടും, തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, മോളുകളുടെ എണ്ണം കിട്ടും. അത് തന്നെയാണ് അതിലുള്ള GAMകളുടെ എണ്ണം. അപ്പോൾ ഇനി ഈ ആറ്റത്തെ നമ്മുടെ ആറ്റത്തിൻ്റെ മാസിന് തുല്യ അത്രയും ആയിട്ടുള്ള അത് തന്നെയാണ് ഒരു GAM, അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ ഡിവൈഡഡ് ബൈ GAM അല്ലേ. ആറ്റത്തിൻ്റെ കേസിൽ തന്നിരിക്കുന്ന മാസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ GAMന് തുല്യമായ അത്ര കൊണ്ട് ഹരിച്ചെന്ത് കിട്ടി, നമ്പർ ഓഫ് GAM കിട്ടി, നമ്പർ ഓഫ് മോളും കിട്ടി. അത് രണ്ടും ഒന്ന് തന്നെയാണ് അതിന് സംഖ്യ കിട്ടുക. ഇനി നമുക്ക് ഇതാണ് കിട്ടുന്നത്, അതിൽ എത്ര ഇപ്പോൾ മോള് കിട്ടി അല്ലെങ്കിൽ GAMകളുടെ എണ്ണം കിട്ടി എങ്കിൽ ആ ആറ്റത്തിൽ എത്ര ഗ്രാം ഉണ്ട് എന്നറിയാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ റിവേഴ്സാണ് അല്ലേ. അപ്പോൾ നോക്കുക, ഈ സെൻറ്ററിൽ നിന്നുള്ള ഇതിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും താഴേക്ക് അല്ലേ, ബോട്ടം സൈഡിലേക്കൊക്കെ ഉള്ള ആരോയിൽ നമ്മൾ ഇൻറ്റു എന്നുള്ള ചിഹ്നമാണ് വരിക. അപ്പോൾ എന്ത് വരും, ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ഇങ്ങോട്ടാണെങ്കിൽ എന്താ വരിക, ഇൻറ്റു. ഇവിടെ എന്താണ് വരിക, അത് തന്നെയാണ് അതിൽ വരിക. അപ്പം എന്തോന്നു, ഇൻറ്റു GAM കിട്ടിയല്ലോ. ഇത് ആറ്റത്തിൻ്റെ കേസ്. ഇതേപോലെ മോളിക്യൂൾ ആവുമ്പോൾ എങ്ങനെയായിരിക്കും, മോളിക്യൂളിന് എന്തായിരിക്കും, അറ്റോമിക മാസ് അല്ല ഉണ്ടാവുക, മോളിക്കുലാർ മാസാണ് ഉണ്ടാവുക. അപ്പോൾ ആ പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാമിനെയാണല്ലോ ഒരു GMM എന്ന് പറയുക. അപ്പോൾ ഒരു GMMൻ്റെ തുല്യമായിട്ടുള്ള ഗ്രാം അഥവാ അതിൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞതുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള GMMകളുടെ എണ്ണം കിട്ടും. അത് തന്നെയാണ് അതിലുള്ള നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ കേസിൽ എന്താക്കണം, അതിലുള്ള മോളിൻ്റെയും GMMൻ്റെ എണ്ണം കിട്ടാൻ ഡിവൈഡഡ് ബൈ GMM, അതാണ് മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറയാം. ഇനി ഇതാണ് കിട്ടിയത്, അതിൽ നിന്ന് നമുക്ക് അതിലുള്ള ഗ്രാമുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് എങ്കിൽ, അതിൽ എത്ര ഗ്രാം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡഡ് ബൈ എന്നുള്ളത് എന്തായി മാറും, ഇൻറ്റു GMM. മലയാളം മീഡിയം കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക, ഗിവൺ മാസ് തന്നെ തന്നിരിക്കുന്ന മാസ് ഉണ്ടാവും ചോദ്യത്തിൽ. GAM നമുക്ക് അത് തന്നെ ഗ്രാം അറ്റോമിക് മാസ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് GAM. ഗ്രാം മോളിക്കുലർ മാസിൻ്റെ ഷോർട്ട് ഫോം ആണ് GMM.
ഇനി നമ്പർ ഓഫ് GAM എന്ന് പറഞ്ഞാൽ GAMകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് GMM എന്ന് പറഞ്ഞാൽ GMMകളുടെ എണ്ണം. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇപ്പൊ മനസ്സിലായി അല്ലേ? ഈ സെന്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സെന്ററിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും താഴോട്ടൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, എന്താണ് ചിഹ്നം വരിക? ഇൻറ്റു ആണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് നമുക്ക് മോൾ എണ്ണം കിട്ടി. മോൾ എണ്ണം കിട്ടിയെങ്കിൽ എങ്ങനെ അതിലെ STPയിലെ വ്യാപ്തത്തിലേക്ക് മാറ്റാം? മോൾ എണ്ണത്തില് ഏതു വാതകമായാലും ഒരു മോൾ പദാർത്ഥത്തിൽ എത്ര ഉണ്ടാവും? 22.4 ലിറ്റർ ആണ് അതിന്റെ വ്യാപ്തം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ, മോളാർ വോളിയം. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന മോളുകളുടെ എണ്ണത്തെ അഥവാ അതിലുള്ള GAMകളുടെ എണ്ണം, അല്ല എങ്കിൽ അത് തന്മാത്രയാണെങ്കിൽ GMMകളുടെ എണ്ണമായിരിക്കും. അപ്പൊ ഈ സെന്ററിൽ കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ചോദ്യത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് കിട്ടിയ ഈ വാല്യൂവിനെ നിങ്ങൾ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈഡ് ബൈ 22.4 ഇൻറ്റു 22.4 കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? വോളിയമറ്റ് STP കിട്ടി. ഇനി STPയിലെ വ്യാപ്തം, വോളിയമറ്റ് STP എന്ന് പറഞ്ഞാൽ STPയിലെ വ്യാപ്തം. STPയിലെ വ്യാപ്തം കിട്ടിയിട്ട് നമുക്ക് മോൾ എന്നാണ് അറിയേണ്ടതെങ്കിൽ നോക്കുക, ഇത് കിട്ടി, ഇത് അറിയില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പൊ അതെന്തായിരിക്കും? ഇതേപോലെ തന്നെ ഇൻറ്റു എന്നുള്ളത് എന്തായി മാറും? ഡിവൈഡഡ് ബൈ അല്ലേ, ഡിവൈഡഡ് ബൈ 22.4 divided by 22.4. ഇനി മോൾ എണ്ണം കിട്ടിയാൽ എങ്ങനെ അതിലുള്ള തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാം? ഒരു മോള് പദാർത്ഥത്തിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം എന്തുണ്ടാവും? ആറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആറ്റത്തിന്റെ കേസ് ആറ്റം, അല്ല സംയുക്തത്തിന്റെ കേസ് ആണെങ്കിൽ അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും എന്നറിയാം. അപ്പോ എത്ര കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അവഗാഡ്രോ സംഖ്യ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അവഗാഡ്രോ സംഖ്യ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 അല്ലേ, 6.022 ഇൻറ്റു 10⁻23. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ഇതാക്കാൻ എന്ത് ചെയ്യാം? ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതാണ് അവഗാഡ്രോ സംഖ്യ. 6.022 ഇൻറ്റു 10⁻23 അല്ലേ? അങ്ങനെയാണെങ്കിൽ തന്മാത്രയുടെ എണ്ണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മോൾ എണ്ണം കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? NA അല്ലേ, NA എന്നുള്ളതിനാണ് 6.022 ഇൻറ്റു 10⁻23. അതുകൊണ്ട് ഹരിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മോൾ എണ്ണം കിട്ടും. മോളിക്യൂൾസിന്റെ കേസിൽ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കാം. അതിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആറ്റങ്ങളുടെ എണ്ണം, അതിലുള്ള ആറ്റത്തിന്റെ എണ്ണം കിട്ടാൻ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇൻറ്റു അറ്റോമിസിറ്റി. അപ്പൊ എന്താണ് ഈ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ? മോളിക്യൂൾസിലുള്ള മൊത്തം ആറ്റങ്ങളുടെ എണ്ണത്തെ പറയുന്നത്, അല്ലെങ്കിൽ സംയുക്തത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അതിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണത്തെയാണ് എന്ത് പറയാ? അറ്റോമിസിറ്റി എന്ന് പറയാം. ഇപ്പൊ H2O അതിൽ എത്ര H ഉണ്ട്? 2H അല്ലേ? എത്ര ഓക്സിജൻ ഉണ്ട്? 1. അപ്പൊ എത്ര മൊത്തത്തില് എത്ര ആറ്റം ഉണ്ട്? 2 1 3. അതാണ് H2Oന്റെ കേസിലെ അറ്റോമിസിറ്റി. ഇനി H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, അത് എത്ര? അതിന്റെ അറ്റോമിസിറ്റി എത്രയെന്ന് പറയാൻ പറ്റുമോ?
എച്ച് രണ്ടെണ്ണവും ഓ രണ്ടെണ്ണം, രണ്ടും രണ്ടും മൊത്തത്തിൽ എത്രയായി? 4. അപ്പം അറ്റോമിസിറ്റി 4. ഇനി വെറും H2 മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. അതിൽ എത്ര അറ്റോമിസിറ്റി? എത്ര എച്ച് ഉണ്ട്? 2. അതുകൊണ്ട് അറ്റോമിസിറ്റി 2. അപ്പോൾ മോളിക്യൂൾസിന്റെ കേസിൽ അതിൽ എത്ര ആറ്റം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് അതിലുള്ള മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട് എന്നുള്ളതിനെയാണ് അറ്റോമിസിറ്റി എന്ന് പറയുക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എങ്ങാനും തിരിച്ച് ആറ്റം കിട്ടി ഇതറിയാതെ ബ്ലാങ്കാക്കി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ അറ്റോമിസിറ്റി അല്ലേ? ഡിവൈഡഡ് ബൈ അറ്റോമിസിറ്റി. ഇത്രയേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം തന്നിരിക്കുന്ന മാസിനെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിലുള്ള മോളുകളുടെ എണ്ണം കിട്ടും. ആ സംഖ്യയെ നമ്മൾ അവഗാഡ്രോ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിലുള്ള തന്മാത്രകളുടെ എണ്ണം കിട്ടും. അതിന് അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. മോൾ എണ്ണത്തിന് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് STPയിലെ വ്യാപ്തം കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ റിവേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ റിവേഴ്സ് ആണ് പറയുന്നതെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ അഥവാ ഗുണിക്കാന്നുള്ളതൊക്കെ എന്തായി? ഹരണമായി മാറും. നോക്കാം ഇതിലെങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലം സാധാരണ ചോദിക്കുന്ന ഒരു ടേബിൾ ഫോമിലാണ്. അപ്പം അത് കംപ്ലീറ്റ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യത്തെ എലമെന്റ് ഇവിടെ ഹീലിയാണ് അല്ലേ? ആറ്റാണ്. ഇതിൻ്റെ താഴെ നമ്പർ കാണുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അത് ആറ്റാണ്. അപ്പം ഈ ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് അവിടെ തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. മാസ് കിട്ടിയ നമ്പർ ഓഫ് മോൾ കിട്ടാൻ എന്ത് ചെയ്യണം? GAM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. GAM എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? അതിൻ്റെ അറ്റോമിക മാസ് ഗ്രാമിൽ പറഞ്ഞതാണ്. അപ്പം 4 ഗ്രാമാണ് അതിൻ്റെ ഹീലിയത്തിൻ്റെ GAM. അപ്പം എന്ത് ചെയ്യാം? ഇവിടെ എന്ത് വരും ആൻസർ? 12 ഗ്രാം ഡിവൈഡഡ് ബൈ 4 ഗ്രാം. 12/4 എന്ന് പറഞ്ഞാൽ 3 കേട്ടോ. നമ്പർ അതിൽ 3 മോളാണ് ഉള്ളത്. ഇനി മോള് കിട്ടിയ STPയുടെ വ്യാപ്തം കിട്ടുമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? 22.4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3 × 22.4 എന്തായിരിക്കും ഇത്ര കിട്ടുക? 67.2 ലിറ്റർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടണം. കിട്ടിയാൽ മോളിന് എന്ത് ചെയ്യാം? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മോൾ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 3 × 6.022 × 10⁻²². ഇത് ഗുണിക്കാൻ മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ്. അല്ലെങ്കിൽ 10⁻23 അതുപോലെ നിർത്തുക. ഈ ലാസ്റ്റ് ഉള്ള × 10⁻23 അതുപോലെ നിർത്തി. ഇനി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാലോ. 6.022 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 660.2. അപ്പോൾ 12.066 × 10⁻23 കിട്ടും. എളുപ്പമാണ് അല്ലേ? ഇനി ഇതിലെത്ര ആറ്റം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര ആറ്റം ഉണ്ട് ശരിക്കും? ഹീലിയം ഒരാറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മോളിക്യൂളിനെ ആറ്റോമിസിറ്റി കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ അറ്റോമിസിറ്റി ഹീലിയത്തിൻ്റെ കേസിൽ ആറ്റാകുമ്പോൾ 1 തന്നെയായിരിക്കും. അപ്പോൾ ഈ സംഖ്യ തന്നെയാണ് നിങ്ങൾ അവിടെ 1 × ഈ വാല്യൂ. ഇനി ഇതറിയാത്തവർ ഇത്രയെങ്കിലും ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതും കൂടെ ഇത് ചെയ്ത് വയ്ക്കുക. ഇത് കിട്ടിയില്ല എങ്കിൽ H2ന് അറ്റോമിക മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോളിക്യൂളാണ്. Hന്റെ ഇത് 1 ആണ് അറ്റോമിക മാസ്. ഇവിടെ മാസ് എന്തായിരിക്കും? ഗിവൺ മാസ് അറിയില്ല. അപ്പം ചാടി കയറിയിട്ട് എന്ത് എഴുതരുത്? 2 ഗ്രാമിന് എഴുതരുത്. 2 × മോളിക്കുലർ മാസ് ഇവിടെ കൊണ്ടേ എഴുതാനല്ല ചോദ്യം. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനല്ല. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന രീതി നമുക്കറിയാം. എന്താണ്? ഈ മോളിക്യൂളിലെ താഴെ എത്ര നമ്പർ? 2 അല്ലേ? 2 × ഈ അറ്റോമിക മാസ് ഹൈഡ്രജൻ്റെ 1. 2 × 1 2. 2 എന്നാണ് മോളിക്കുലർ മാസ്. പക്ഷെ അതല്ല ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എന്തുണ്ട്? മോൾ അറിയാം.
മാസ് കിട്ടണം, മോൾ അറിയാം മാസ് കിട്ടണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടുള്ള ആരോ അല്ലേ. അപ്പോൾ ഇത് മോളിക്യൂളാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് മോളിക്യൂളിൻ്റെ കേസാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ആരോ, അപ്പോൾ എന്താണ് ഇങ്ങോട്ടുള്ള ആരോയിൽ എന്തായിരിക്കും ഇൻറ്റു Gmm അല്ലേ. അപ്പോൾ Gmm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മോളിക്കുലർ മാസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഗ്രാം ആണ് അതിൻ്റെ എന്ത് 1 Gmm. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി 8 ഇൻറ്റു മോൾ ഇൻറ്റു Gmm ആണ് എന്ത് ഗിവൺ മാസ് വരിക. അപ്പോൾ 6 ഇവിടെ ഉള്ള 8 ഇൻറ്റു എന്ത് വന്നു മോളിക്കുലാർ മാസ് ഗ്രാം പറഞ്ഞത് H2ൻ്റെ മോളിക്കുലാർ മാസ് 2 അല്ലേ. അപ്പോൾ എത്ര കിട്ടി 16 ഗ്രാം കിട്ടിയല്ലോ. ഇനി ഇതിൽ എത്ര STPയിലെ വ്യാപ്തം എത്ര, STPയിലെ വ്യാപ്തം കിട്ടാൻ മോൾ എണ്ണത്തിൽ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 ഇൻറ്റു 22.4 179.2 നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? മോൾ എണ്ണത്തെ എന്ത് ചെയ്യുക അവഗാഡ്രോ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 ഇൻറ്റു 6.222 ഇൻറ്റു 10⁻²⁰. എങ്ങാനും ടേബിളിൽ ഇത് എഴുതിയിട്ട് ബാക്കി ഈ നമ്പർ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി ഇതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇതിൽ എത്ര ആറ്റം ഉണ്ട്? H2 എന്നുള്ളതിൽ എത്ര ആറ്റം ഉണ്ട്? 2. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? അതാണ് അറ്റോമിസിറ്റി. അപ്പോൾ 2 ഇൻറ്റു 8 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇൻറ്റു ചെയ്യാൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു തന്നു 10⁻23 അവിടെ നിർത്തിയിട്ട് ബാക്കി ഗുണിച്ചാൽ മതി. ഇനി H2O കേസ് നമുക്കൊന്ന് നോക്കാം. H2O അല്ലേ, കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ അറ്റോമിസിറ്റി എത്രയാണ്? 2 1 3 നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം, ഇവിടെ മോളിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് മോളും അറിയില്ല മാസും അറിയില്ല. അപ്പോൾ മോളിയത്തിൽ നിന്ന് മോള് കണ്ടുപിടിച്ചൂടെ? എല്ലാ സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ള ചിഹ്നവും സെൻറ്ററിൽ നിന്ന് എല്ലായിടത്തും പോകുമ്പോൾ ഇൻറ്റു ആണ്. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് ഇതാണ് സെൻറ്റർ, ഇതിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലേ. അപ്പോൾ നമുക്ക് ഈ 112 ഡിവൈഡഡ് ബൈ എത്ര വരും? 22.4. എത്ര വരും? 5 എന്ന് വരും കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കാം. മോള് കിട്ടിയ മാസ് കണ്ടുപിടിക്കാലോ. എന്താ മോള് കിട്ടിയതിന് മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? മോളിക്യൂളാണ് Gmm കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതിൽ Gmm എത്രയാണ്? H2O H2O കേസിൽ മോളിക്കുലാർ മാസ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് H എത്ര ഉണ്ട് അവിടെ? 2 അല്ലേ. 2 ഇൻറ്റു ഹൈഡ്രജൻ അറ്റോമിക മാസ് 1 പ്ലസ് ഓക്സിജൻ ഇവിടെ എത്ര ഉണ്ട്? 1 ഉള്ളൂ അല്ലേ. 1 ഇൻറ്റു ഇവിടെ നോക്കിയാൽ ഇവിടെ താഴെ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഇനി ഓക്സിജൻ 16. അപ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഇൻറ്റു 16 അപ്പോൾ 2 + 16 എന്ന് പറഞ്ഞാൽ 18 ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ ഇവിടെ മോളിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗിവൺ മാസ് കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 18 ഇത് ഗുണിക്കാം. എത്ര വരും? 90 എന്ന് വരും അല്ലേ. അതിൻ്റെ ഇൻഡിച്ചു. ഇനി ഇങ്ങോട്ട് കണ്ടുപിടിക്കാമല്ലോ. മോൾ ഇവിടെ കിട്ടി 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലേ. 5 ഇൻറ്റു എൻ എന്ന് എഴുതിയാലും മതി. അപ്പോൾ 5 ഇൻറ്റു എൻ എന്നോ അല്ലെങ്കിൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതിയാലും മതി. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ എഴുതാം? 6.022 ഇൻറ്റു 10⁻23 ഗുണിച്ച് നോക്കുക അല്ലേ. 0 0 30 പോയിന്റ് അല്ലേ. 30.5
1.0 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ഇതിൽ അറ്റോമിസിറ്റി എത്രയാണ്? 3 ആണ് അല്ലേ? ആ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു, ഇത് ഗുണിക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ 3 ഇൻറ്റു എന്ന് എഴുതിയിട്ട് ഇത്രയും വാല്യൂ എഴുതിയിരിക്കുക. 3 ഇൻറ്റു 30.110 ഇൻറ്റു 10⁻23. കണ്ടോ? ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ ആ ടേബിളിലെല്ലാം ഫുൾ മാർക്ക് മേടിക്കാൻ പഠിച്ചില്ലേ? ഇതുപോലെ എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കുക ടെക്സ്റ്റിലുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം.